മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ഭരണസമിതി പ്രതിബദ്ധമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ചില പദ്ധതികൾക്ക് ഫണ്ട് വിനിയോഗത്തിൽ സാങ്കേതിക ഭരണപരമായ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അവ പരിഹരിച്ച് പുതിയ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK സുബൈർ പറഞ്ഞു. ഈ റോഡുകൾക്കൊക്കെ കേൾക്കി ചോദിച്ചപ്പോ കിട്ടിയാലപ്പോ ഇതേ റോഡിന് 2 കോടി സോറി ഇതേ റോഡിന് 2 കോടി രൂപ 8 വർഷമായിട്ടാണ് പിന്നെ വെട്ടിച്ചിറ റോഡിന് 100 രൂപ ടോക്കൻ, മാറാക്കര റോഡിന് 100 രൂപ ടോക്കൻ, പിന്നെ ചിത്രമ്പള്ളി റോഡിന് 100 രൂപ ടോക്കൻ. അത്യാവശ്യമുള്ള റോഡുകൾക്കൊക്കെ 2 കോടി വെച്ചല്ലോ. ഗവൺമെന്റ് MLA പ്രവർത്തിക്കായില്ല പറയില്ല, എന്തെങ്കിലും പറയില്ല. പുറത്തത് ഇതൊക്കെ റെക്കോർഡാണ്. ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വാസ്തവവിരുദ്ധവും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിൽ കുടിവെള്ളം, റോഡ് വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ തറടിക്കാനും ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണപക്ഷത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയത് എല്ലാ വർഷവും മാർച്ച് 31 വരെ അർദ്ധരാത്രി പോലും ബില്ലുകൾ മാറാറുണ്ട്. മാർച്ച് 24-ന് പിന്നെ ട്രഷറി ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് 1,40,00,000 രൂപയോളം കഴിഞ്ഞ വർക്കുകളുടെ ഫണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പഞ്ചായത്തിലെ ഒരുപാട് വർക്കും നടന്നില്ല. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ചെലവുകൾ നടത്താൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വർഷവും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അവസാനം വരെ നമ്മൾ ഈ ഫണ്ട് തിരിച്ചു കിട്ടും എന്ന് കരുതി ഇടതുപക്ഷ ഗവൺമെന്റ് പൈസ നൽകാതെ അതിന് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ എന്നും പറയുന്നത് പോലെ തന്നെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ബാക്കിയുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്നും ഉമറലി കരേക്കാട് പറഞ്ഞു. അവര് സംസ്ഥാന സർക്കാർ നൽകേണ്ടിയിരുന്ന ഫണ്ട് പഞ്ചായത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത് അവർക്ക് നേരത്തെ അറിവുള്ള കാര്യമാണ്. അത് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയിലെ മറ്റ് ഇടതുപക്ഷ മെമ്പർമാർക്കും ഒക്കെ അറിവുള്ള ഒരു കാര്യമാണ്. അത് അറിഞ്ഞിട്ടും പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റപ്പെടുത്തുക, തങ്ങളുടെ കാലത്ത് അന്നത്തെ സംസ്ഥാന സർക്കാർ നൽകാത്തത് അത് മറച്ചുവെക്കുക എന്നുള്ള ഒരു കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മാറാക്കരയുടെ സമസ്ത വികസനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കാണുന്നോ ആ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളതും മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുൻകാല പ്രസിഡന്റുമാരാണ്. അവരുടെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ.